ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी क्षभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत. അപ്പൊ ഒന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 5 6ാമത്തെ ശ്ലോകം മുതൽക്കാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും മയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേനാധിഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും മയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേനാധിഗച്ഛതി. ശ്രീദേവ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണധിഗച്ഛതി. ഹരേ കൃഷ്ണ. രോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തോ മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വെളിയിലാണ്. കുഴപ്പമില്ല. ഓക്കെ. മഞ്ജു മാതാജി. ഹരേ കൃഷ്ണ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹരേ കൃഷ്ണ. മലയാളം ബുക്കുണ്ടോ? ട്രാൻസ്ലേഷൻ വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു എന്നിരിക്കലും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അജിരേണ പരമപദം പ്രാപിക്കും. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. വാപർത്ഥം വായിക്കണോ? വേണ്ട. ട്രാൻസ്ലേഷൻ. Haribol. Merely renouncing all activities yet not engaging in the devotion service of the Lord cannot make one happy. But a thoughtful person engaged in devotion service can achieve supreme without delay. ഭഗവാൻ എന്താണ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ത്യജിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. ഡിറ്റാച്ച്മെന്റ് മാത്രം പാടില്ല, അറ്റാച്ച്മെന്റ് കൂടി വേണം. എന്നാൽ മാത്രമേ ഭഗവത് പ്രാപ്തി കിട്ടുള്ളൂ. ചില ആൾക്കാർ അതായത് ഭൗതിക ലോകത്തു നിന്ന് വിരക്തി കൊണ്ട് എല്ലാം ഇതെല്ലാം എന്നെ ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വിരക്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കും. പക്ഷെ ഭഗവത് സേവനം, ഭക്തിയുത സേവനം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റിനൗൺസ്മെന്റ്, ഓക്കെ, അങ്ങനെയുള്ള റിനൗൺസിയേഷൻ അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതേസമയം തന്നെ ഒന്നും ത്യജിക്കുന്നില്ല, പക്ഷേ ഭഗവാന്റെ സേവയിൽ എല്ലാം അർപ്പിക്കുന്നു. അവർക്ക് ഭഗവത് പ്രാപ്തി പെട്ടെന്ന് നേടാനും പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഡിറ്റാച്ച്മെന്റ് ഫ്രം മെറ്റീരിയൽ ആക്ടിവിറ്റീസ് മാത്രം പോരാ, അറ്റാച്ച്മെന്റ് ടു സ്പിരിച്വൽ ആക്ടിവിറ്റീസ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. വെറും ഡിറ്റാച്ച്മെന്റ് മാത്രം പോരാ, ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ മാത്രം പോരാ, ആധ്യാത്മിക കർമ്മങ്ങളിൽ ഏർപ്പെടും വേണം. അല്ലാതെ വെറുതെ റിനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല. അതായത് ഒരു നമ്മളുടെ ധർമ്മത്തെ, നമ്മളൊരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാനുണ്ട്. പതിധർമ്മം, പത്നിധർമ്മം, രാജധർമ്മം, കുലധർമ്മം, അല്ലെ? അങ്ങനെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് അതിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളെ വീണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കും. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേറൊരു ഹയർ എൻഗേജ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയായി തീരും. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദാസനായിട്ട് മാറും. അതാണ് ഗോദാസ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഗോസ്വാമി ആവണമെങ്കിൽ ഡിറ്റാച്ച്മെന്റ് മാത്രം പോരാ, ഭൗതിക തലത്തില് അറ്റാച്ച്മെന്റ്, ആധ്യാത്മിക തലത്തിലുള്ള അറ്റാച്ച്മെന്റ് കൂടി വേണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്ത് വരുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഗോസ്വാമി ആവാൻ പറ്റുള്ളൂ. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കും. ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കണം എന്ന് വിചാരിച്ചാൽ ആ സേവനത്തിൽ അനുഷ്ഠിക്കാൻ പറ്റും. അതാണ് ഗോദാസൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നവൻ. രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്, വാചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാ വേഗം, ഉദരോപസ്ഥ വേഗം, ഏതാൻ വേഗാന്യോ വിഷഹേദധീര സർവം അഭിമാം പ്രീതിം ശിഷ്യാത്. ആർക്കാണ് ഈ ഗോസ്വാമി ആവാനുള്ള ആ എലിജിബിലിറ്റി, യോഗ്യത ഉള്ളത്? ആരാണോ ഈ 6 അർജസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ 6 അർജസ്, അതായത് 6 ത്വര. ഇപ്പൊ അതിൽ 3 ആദ്യത്തെ 3 ഗ്രോസ് ആയിട്ടുള്ളതാണ്, അതായത് വളരെ സ്ഥൂലമായിട്ടുള്ള തലത്തിലാണ്. പിന്നത്തെ 3 സൂക്ഷ്മമായിട്ടുള്ള തലത്തിലാണ്, സെറ്റിലാണ്. ഓക്കെ, വാച്ചോ, മനസ, ക്രോധ, നമ്മുടെ സ്പീച്ച്, മനസ്സ്, മൈൻഡ്, ഓക്കെ, ക്രോധം തന്നെ. ഈ 3 സട്ടിലാണ്, ഗ്രോസ് അല്ല. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ എങ്ങനെ വാക്കുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാം? ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ച്. ഭഗവാൻ ഭഗവത്ഗീത പറയുന്നത്, അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഇതം ചെയ്യത് സ്വാധ്യായാഭ്യാസനം ചെയ്യുക വാൻമയം തപ ഉച്യതേ. ഇതാണ് ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ച്. ഇപ്പൊ സ്പീച്ചിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, എങ്ങനെ നമ്മളുടെ ആ സ്പീച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും? സത്യം പ്രിയം ഹിതം. നമ്മുടെ സ്പീച്ച് എങ്ങനെയായിരിക്കണം? സത്യം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, സത്യമായിരിക്കണം. ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞ് പരക്കാൻ പാടില്ല. അതായത് എപ്പോഴും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കാൻ പാടുള്ളൂ. സത്യം, അത് പ്രിയമായിരിക്കണം. പ്രിയം എന്ന് പറഞ്ഞാൽ പ്ലീസിങ്. പക്ഷെ സത്യം എപ്പോഴും പ്ലീസിങ് ആയിരിക്കണം നിർബന്ധമില്ല, അല്ലേ? ഇവിടെ പറയുന്നത് സത്യമായിരിക്കണം, അത് പ്ലീസിങ് ആയിരിക്കണം. പക്ഷെ എല്ലാ സത്യം പ്ലീസിങ് ആണോ? അല്ല. ബിറ്റർ ട്രൂത്തും ഉണ്ട്, അല്ലെ? കയ്പേറുന്ന സത്യവും ഉണ്ട് ഇവിടെ. പക്ഷെ എങ്ങനെ ഇത് പ്ലീസിങ് ആക്കുക? അപ്പൊ നമ്മൾ ആ പ്രസന്റേഷൻ, പറയേണ്ട വിധം, എപ്പോൾ പറയണം, എപ്പോൾ പറയാതിരിക്കണം, ഇത് നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. ചില സത്യങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭഗവാന്റെ തിരോഭാവം സംഭവിച്ചു, അല്ലേ? വിതുരർ വന്നു, ആ സത്യം പറഞ്ഞില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, യുധിഷ്ഠിര മഹാരാജ് അവനോട് പറഞ്ഞില്ല. കൃഷ്ണന്റെ തിരോഭാവം ആൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞു, പറഞ്ഞില്ല. അർജുനൻ വന്നു, ദ്വാരകയിൽ പോയിട്ട് തിരിച്ചു വന്നു. യുധിഷ്ഠിരന് അറിയാം ഒരുപാട് അപശകുനങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ യുധിഷ്ഠിരൻ നേരിട്ട് ചോദിക്കുന്നില്ല. ആദ്യം പല വിധത്തിലും
വേറെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മൂകത? വല്ലവരും ആക്രമിക്കാൻ വന്നു, അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലേ? മറ്റുള്ളവർക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിച്ച അവസാനമാണ് ചോദിക്കുന്നത് കൃഷ്ണനെ പറ്റിയിട്ട്. അപ്പൊ ചില സത്യങ്ങളെ മറച്ചു വെക്കുന്നത് നല്ലതാണ്. അതിലാണ് നമുക്ക് ബെനിഫിഷ്യൽ എങ്കിൽ ആ സത്യം പറയാതിരിക്കുക. പറയുന്നുണ്ടെങ്കിൽ അത് പ്ലീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോറത്തിൽ പറയണം, അങ്ങനത്തെ സമയത്ത് പറയണം. അതേപോലെ അവർക്ക് മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ആ ഒരു പ്രസന്റേഷൻ ആയിരിക്കണം. എജിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. സത്യം പ്രിയം ഹിതമായിരിക്കണം. ആ സത്യം എങ്ങനെയായിരിക്കണം? ബെനിഫിഷ്യൽ ആയിരിക്കണം, അവർക്ക് നന്മ വരുന്നതായിരിക്കണം. അല്ലാത്ത സത്യം പറയാതിരിക്കുക നല്ലത്. ഇപ്പോൾ എന്തൊരു കാര്യങ്ങളും അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറയുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും അതുകൊണ്ട് യാതൊരു നന്മയും വരുന്നില്ലെങ്കിൽ അത് പറയാതിരിക്കുക. പിന്നെന്താ പറയുന്നത്? സത്യം പ്രിയം ഹിതം ചെയ്ത് സ്വാധ്യായാഭ്യാസനം ചെയ്യുക. സ്വാധ്യായം. അപ്പൊ ഈ സ്വാധ്യായത്തില് ഇതെല്ലാം പെട്ടു. നമ്മൾ സ്വാധ്യായം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സത്യം പറയും. അത് പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? പ്രിയമായിരിക്കും, അത് ഹിതമായിരിക്കും. എന്താണ് കാരണം? നമ്മൾ സ്വാധ്യായം, എന്താണ് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രങ്ങള്. ശാസ്ത്രങ്ങൾ പഠിക്കുക, വായിച്ച് പഠിക്കുക. സ്വാധ്യായം, ഭഗവത്ഗീത, ഭാഗവതം പാരായണം, രാമായണം പാരായണം, ഇതൊക്കെ ചെയ്യുന്ന സ്വാധ്യായം. എന്തിനാണ്? നമ്മൾക്ക് ജ്ഞാനം വേണം. ആ ജ്ഞാനം മാത്രം പോരാ, വിജ്ഞാനം കൂടി വേണം, റിയലൈസ് നോളജും കൂടി വേണം. അപ്പോൾ ആ അറിവിനെ നമ്മൾ പ്രാവർത്തികമാക്കും വേണം. അപ്പൊ സ്വാധ്യായം ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് മൂന്നും ഓട്ടോമാറ്റിക്കലി നടക്കും. ഏത്? സത്യം പ്രിയം ഹിതം. നമ്മളുടെ സ്പീച്ച്, നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അനാവശ്യമായിട്ട് നമ്മളൊന്നും സംസാരിക്കില്ല. അപ്പോൾ പറയുന്ന ആചാര്യന്മാർ പറയുന്നത്, യു ക്യാൻ പ്രീച്ച് വിത്തൗട്ട് സ്പീക്കിംഗ്. യു ക്യാൻ പ്രീച്ച് വിത്തൗട്ട് സ്പീക്കിംഗ്. അതായത് നമ്മൾ സംസാരിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കാതെ എങ്ങനെ പ്രീച്ച് ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെയ്യാൻ പറ്റുക? അതെന്താണ് മാർഗം? പ്രീച്ച് ചെയ്യണമെങ്കിൽ സംസാരിക്കണ്ടേ? ആചാര്യൻ പറയുന്നു യെസ് യു ക്യാൻ ഡു ഇറ്റ്. സംസാരിക്കാതെ നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? പറ്റില്ല. നമ്മളൊരു എക്സാമ്പിൾ ആയി കാണിച്ചു കൊടുത്ത് നമ്മളുടെ പ്രവൃത്തികളിലൂടെ, നമ്മളുടെ ക്യാരക്ടറിലൂടെ, നമ്മളുടെ സ്വഭാവത്തിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ സംസാരിക്കാതെ തന്നെ അവർ അന്ന് പലതും, നമ്മുടെ നല്ല ആ ഒരു ക്യാരക്ടർ, നല്ലൊരു ഡീലിങ്സ് വിത്ത് അതേഴ്സ്, അതന്നെ പ്രീച്ചിങ് ആണ്. നമ്മളൊന്നും വായത്തൊന്നും സംസാരിക്കാൻ വേണ്ട. അല്ലാതെ തന്നെ നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, നമ്മളുടെ പ്രവൃത്തി ഇതെല്ലാം കണ്ട് അവർക്ക് അത്ഭുതം തോന്നണം. അയ്യോ, എങ്ങനെ ഒരു ആളുണ്ടോ, ഇത്രയും നല്ലൊരു മനുഷ്യനുണ്ടോ, എനിക്കും ഇങ്ങനെ ഒരാളാവണം അന്ന് അങ്ങനെ എല്ലാവർക്കും തോന്നി തുടങ്ങും. ഇത്രയും വിനമ്രത, ഇത്രയും സത്യസന്ധത, ഇത്രയും ആ ഒരു സോബർനെസ്, ഹ്യൂമിലിറ്റി, ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ, മാതാജി പറഞ്ഞ പോലെ നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം, മാതൃകയായിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഈവൻ സ്പീക്കിംഗ് വൺ സിംഗിൾ വേർഡ് വി ക്യാൻ പ്രീച്ച് സോ മച്ച് എന്നാണ് പറയുന്നത്. സോ സ്വാധ്യായാഭ്യാസനം ചെയ്യുക, വാൻമയം തപൂച്ചത്. ഇതാണ് ഓസ്ട്രിറ്റി ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ പറയുന്നത് നമ്മൾ ജസ്റ്റ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇതൊന്ന് മാറി നിന്നു, റിനൗൺസ് ചെയ്തു. പക്ഷെ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വാചോ വേഗം മനസ്സാ ക്രോധ വേഗം, അല്ലേ? അപ്പോൾ വാച അതായത് സ്പീച്ച്, മനസ്സ് ഡിസൈസ്,
ഓഫ് ദ മൈൻഡ്. ഒരു മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ ഇംപ്രഷൻസ് ആയിട്ട്, പ്ലാൻസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഓരോ സമയത്ത്. അതിന് ഒരു ശരിക്കുള്ള കൺഡ്യൂസീവ് ടൈം വരുമ്പോൾ ഈ ആഗ്രഹങ്ങൾ സർഫേസ് ആവും. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ, എസ്പെഷ്യലി ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതാണ് മനസ്സ, വാചോ വേഗം, മനസ്സ. പിന്നെ ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഓക്കെ, ദേഷ്യം നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വരും. അതിനെ നമ്മൾ കൺട്രോൾ. ദേഷ്യം ഇല്ലാതെ പറ്റില്ല, ദേഷ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരാളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ, ശാസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വേണം. ദേഷ്യമില്ലാത്തൊരു ആൾക്ക് ഒരാളെ ശരിക്കും ശാസിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ക്രോധം കാണിക്കും. കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ ക്രോധം കാണിക്കേണ്ടി വരും, ക്രോധം കാണിക്കേണ്ടി വരും. ഓഫീസിൽ സുപ്പീരിയേഴ്സിന്, ജൂനിയേഴ്സിൻ്റെ അടുത്ത് ക്രോധം കാണിക്കേണ്ടി വരും. കാരണം ജോലി അവരെന്ന് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ക്രോധം കാണിക്കണം. അത് ആ ഒരു ഹേറ്റ്രഡ് കൊണ്ടായിരിക്കരുത്. പിന്നെന്താണ് പറയുന്നത്? വാചോ വേഗം, മനസ്സാ ക്രോധവേഗം, ജിഹ്വ വേഗം, ഉത്തരോ അപശ്ത. ജിഹ്വ എഗെയിൻ നമ്മുടെ നാവ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഓക്കെ ഈ രണ്ടെണ്ണം ഉണ്ട്. കണ്ണ് രണ്ടുണ്ട്, ചെവി രണ്ടുണ്ട്, നാസിക 2 ദ്വാരങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ നാവ് ഒന്നേ ഉള്ളൂ. മറ്റതൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്, നാവ് മാത്രം 2 പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്ന് നമ്മൾ സംസാരിക്കുന്നു, ഒന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇപ്പൊ ഇവിടെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഹാരം. ആ ആഹാരം എങ്ങനത്തെ ആഹാരം കഴിക്കണം? പ്രസാദം മാത്രം, ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുള്ള ആ പ്രസാദം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി ആർ വാട്ട് വി ഈറ്റ്, ജൈസെ ആൻഡ് വൈസെ മൻ. എങ്ങനെയാണ് നമ്മൾ അന്നം കഴിക്കുന്നത്, അത് പ്രകാരം നമ്മളുടെ മനസ്സായിരിക്കും കോൺഷ്യസ്നെസ്. അപ്പോൾ പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എഗെയിൻ നമ്മൾ ഇൻടേക്ക്, നമ്മൾ ഇൻപുട്ട് ഭക്ഷണം അത് സാത്വികമായിരിക്കണം. സാത്വികം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എഗെയിൻ അത് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട്, യജ്ഞശിഷ്ടാസിനോ സന്തോ മുച്ചന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ തേതുകം പാപം ഏ പചന്തി ആത്മകാരണാത്. യജ്ഞത്തിൽ ഉള്ള ശിഷ്ടം മാത്രമേ അത്, അതായത് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള അതിൻ്റെ ശിഷ്ടം, ഉച്ഛിഷ്ടം, അതിന് പ്രസാദം. പ്രസാദം പറഞ്ഞാൽ എന്താണ് അർത്ഥം? മേഴ്സി, ഭഗവാന്റെ അല്ലേ? പ്രഭുക്കെ സാക്ഷാത് ദർശൻ, പ്രസാദം. ഭഗവാന്റെ മേഴ്സിയാണ് പ്രസാദം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിത്തം, നമ്മുടെ മനസ്സ്, നമ്മുടെ കോൺഷ്യസ്നെസ് ശുദ്ധീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആ തോട്ട്സ് ശുദ്ധീകരിച്ചാൽ, നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച എന്താണ് നെക്സ്റ്റ് എന്താണ് അതിനെ എങ്ങനെ ബാധിക്കുക? നമ്മുടെ തോട്ട്സ് ശുദ്ധീകരിക്കപ്പെടും. തോട്ട്സിനെ ശുദ്ധീകരിച്ചാൽ നമ്മളുടെ വേർഡ്സിനെ, നമ്മുടെ സ്പീച്ചിനെ ശുദ്ധീകരിക്കും. വേർഡ്സ് ശുദ്ധീകരിച്ചാൽ നമ്മളുടെ ഡീഡ്സ്, ആക്ടിവിറ്റിയെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മുടെ ടോട്ടൽ എക്സിസ്റ്റൻസിനെ ശുദ്ധീകരിക്കാൻ പറ്റും. ജിഹ്വാവേഗം. പിന്നെ ഉദരം പറഞ്ഞു, ജിഹ്വ, ഉദരം, അപസ്ഥ. ഓക്കെ, റിപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പൊ അതിനും ടു പ്രൊഡ്യൂസ് കൃഷ്ണ കോൺഷ്യസ് ചിൽഡ്രൻ വി ഷുഡ് യൂസ് അവർ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വാചോവേഗം, മനസ, ക്രോധ, ജിഹ്വ, ഉദരോ, അപസ്ഥ. ഈ 6 അർജസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്താൽ, ആരുടെ വശത്താണോ ഈ 6 സെൻസസും 6 അർജസും ആർക്കാണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ടു മേക്ക് ഡിസൈപ്പിൾസ് ഓൾ ഓവർ ദി വേൾഡ്. പ്രത്യുംച ശിഷ്യാത്. അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഫോളോവേഴ്സിന് ആവശ്യമുണ്ടായിട്ടല്ല അവരിത് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്ലോറീസ് അത്രയും വലുതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അവരുടെ ആ ഗ്ലോറിയസ് ഡീമീനർ കണ്ടിട്ട് അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോളോവേഴ്സ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തും
ഒരു യുക്ത വൈരാഗ്യമായിട്ട് ചെയ്യണം. എന്താണ് യുക്ത വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? എല്ലാ കാര്യങ്ങളും ഭൗതികമായതെല്ലാം ഭഗവത് സേവനത്തിന് ആ, ഉപയോഗിക്കുന്നു. എല്ലാം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക. ഒന്നും നമ്മൾ വേണ്ട പറയാൻ പാടില്ല. എന്തുണ്ടോ നമുക്ക് എന്ത് കഴിവുണ്ടോ, നമ്മളിൽ എന്ത് ടാലന്റ് ഉണ്ടോ, ധനമുണ്ടോ, നല്ല വീടുണ്ടോ, കാറുണ്ടോ, ഒക്കെ അറിവുണ്ടോ, ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് യുക്ത വൈരാഗ്യം. അല്ലാണ്ട് ജസ്റ്റ് അതൊന്നും നേത്തി ഇതൊന്നും എല്ലാം എന്നെ ഇവിടെ ബന്ധിപ്പിക്കും, എനിക്കതൊന്നും വേണ്ട, അങ്ങനെ ആരാണ് പറയുക സാധാരണ? ഇതെല്ലാം എന്നെ ഇവിടെ ബന്ധിപ്പിക്കുന്നു. മായാവതി. യെസ്, ജ്ഞാനികള്. കാരണം എന്താണ്? അവർക്ക് പേടിയാണ്. എന്താണ് പേടി? കാരണം ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ മാത്രമല്ലേ എന്നെ ഇവിടെ ബന്ധിപ്പിക്കുള്ളൂ. അത് ഞാൻ ആക്ടിവിറ്റിയിൽ നിന്ന് മാറിക്കുന്നു. കർമ്മം ചെയ്താൽ മാത്രമല്ലേ കർമ്മഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മത്തിൽ നിന്നും പിന്മാറുക. നമ്മളെന്താ ചെയ്യുക? ഭക്തന്മാര് എല്ലാ കർമ്മം ചെയ്യും ഭഗവാന്റെ സേവനത്തിനായിട്ട്, ഒന്നും മാറി നിൽക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈവൻ അവര് ഈ ഇവിടുന്ന് ലിബറേഷന് ശേഷം അവർക്ക് ഒരു ശരീരം വേണ്ട എന്നുള്ള ആ മനസ്സും കൂടി. കാരണം ശരീരം കിട്ടിയാൽ വീണ്ടും മിസറീസ്, ഡിസ്ട്രസ്, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്തയാണ് അവർക്ക്. അതുകൊണ്ടാണ് അവര് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ശരീരം കിട്ടിയാലല്ലേ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുള്ളൂ. ശരീരമില്ല, ഭഗവാനിലും ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ലല്ലോ. അതാണ് അവർക്ക് ശരീരത്തിനോട്, അതായത് ലിബറേഷൻ പറഞ്ഞാൽ വീണ്ടും ഒരു ശരീരം കിട്ടുക. അവർക്ക് മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഭൗതിക ശരീരമല്ല ഇവിടെ പറയുന്നത്, ആധ്യാത്മിക ശരീരം, ആത്മീയ ശരീരം. അതില് ഡിസ്ട്രസ്, അതായത് ക്ലേശങ്ങള് അനുഭവിക്കില്ല. അതുകൊണ്ടാണ് അതിനെ വൈകുണ്ഠം എന്ന് പറയുന്നത്, കുണ്ഠമില്ലാത്ത സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് സ്പിരിച്വൽ ബോഡിയിലെ ഒരു ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ അർജുനന് പറയുന്നത്, ഇപ്പൊ ജസ്റ്റ് റിനൗൺസ് ചെയ്താൽ മാത്രം പോരാ. ഒരു പ്രാവശ്യം പ്രഭുപാദ തൻ്റെ ഡിസൈപ്പിൾസായിട്ട്, ഫോറിൻ ഡിസൈപ്പിൾസായിട്ട് മായപ്പൂരിൽ വന്നു. അപ്പോൾ ഇവരൊക്കെ തൻ്റെ ഗോഡ് ബ്രദേഴ്സിന്, ഗൗഡിയമഠിലെ ഗോഡ് ബ്രദേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അന്നൊക്കെ അവർ ഇനീഷ്യൽ 6 മാസം, 1 വർഷം ഒക്കെ അത്രേ ആയിട്ടുള്ളൂ മൂവ്മെന്റിൽ. അതും ഫോറിനേഴ്സ് ഒക്കെ, അമേരിക്കൻസും യൂറോപ്യൻസും. അപ്പോൾ അവർക്കൊന്നും ഈ ശ്ലോകങ്ങളൊന്നും ശരിക്കും ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, അവരുടെ ആക്സെന്റും അതേപോലെയാണ്. അപ്പോൾ ഇവരുടെ ഈ ശ്ലോകം ഉച്ചരിക്കലെ കണ്ടിട്ട് ഗോഡ് ബ്രദേഴ്സ് പറഞ്ഞു, സ്വാമി മഹാരാജ് എന്ന് പറയാന്ന് ഗൗഡിയമഠിലെ എല്ലാവരും പ്രഭുപാദ, സ്വാമി മഹാരാജ്, അങ്ങയുടെ ശിഷ്യന്മാർക്ക് സംസ്കൃത് ശരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, യെസ്, അവർക്ക് പ്രൊനൗൺസിയേഷൻ ശരിക്കില്ല, ബട്ട് അവരുടെ റിനൗൺസിയേഷൻ ഈസ് വെരി വെരി ഗുഡ്, ബെറ്റർ ദാൻ അവേഴ്സ്. പ്രൊനൗൺസിയേഷൻ ഈസ് നോട്ട് ഗുഡ്, ഐ നോ ദാറ്റ്, ബിക്കോസ് ദേ ആർ born and brought up in such a place where their accent is not like Indian, but their renunciation is much better than us. ഓക്കെ, അപ്പൊ അങ്ങനെ വെറുതെ റിനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാന്റെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടുള്ളൂ എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. So there are 2 classes of sannyasis or persons in the renounced order of life. The Mayavadi sannyasis are engaged in the study of Sankhya philosophy, whereas the Vaishnava sannyasis are engaged in the study of Bhagavatam philosophy, which affords the proper commentary on the Vedanta Sutra. അപ്പോൾ 2 കാറ്റഗറിയിലുള്ള സന്യാസിമാരാണ് ഇവിടെ പ്രഭാത പർപ്പട്ടിൽ പറയുന്നത്. അതാണ് ഒന്ന് മായാവതി സന്യാസ്, റോഷി മാതാജി പറഞ്ഞ പോലെ, അതായത് ജ്ഞാനികൾ, ജ്ഞാനമാർഗം സ്വീകരിച്ച പോലെ. ഓക്കെ, അവരെന്താ ചെയ്യുക? സാഖ്യ ഫിലോസഫി. എന്താണ് സാഖ്യ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? ഹൗ ഡു യു ഡിഫൈൻ സാഖ്യ ഫിലോസഫി? ആത്മാവിനെ കുറിച്ച് 24 എലമെന്റ്സിനെ പറ്റിയിട്ട് പഠിക്കും. 24, 23, 23, 24 ആ എലിമെന്റ്സും അതും പിന്നെ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ ഇത് ഈ 24, 23 എലിമെന്റ്സും പഠിച്ച് ഇതെല്ലാം വിശകലനം ചെയ്ത് അനാലിറ്റിക്കൽ സ്റ്റഡി ചെയ്തിട്ട് ഇതൊന്നും ഞാനല്ല എന്നുള്ള ആ ഒരു ഇതിൽ വന്നെത്തലാണ് സാഖ്യ ഫിലോസഫി.
ഓക്കെ, അപ്പോൾ അവര് കൂടുതൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് നേത്തി മീൻസ് നോട്ട് ദിസ് ഒക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ, ഭൂമി റാപ്പോ അനലോ വായു ഖം മനോ ബുദ്ധിറേ വെച്ച അഹങ്കാര ഇതിയം മേ ഭിന്ന പ്രകൃതി 8 എൻ്റെ സെപ്പറേറ്റ് എനർജിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇത് പിന്നെ 5 നോളജ് അക്വയറിങ് സെൻസസ്, 5 വർക്കിംഗ് സെൻസസ്, പിന്നെ അപ്പോൾ എത്രയായി 5 സെൻസ് ഒബ്ജക്ട്സ് 23, പിന്നെ പ്രധാൻ അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ. അങ്ങനെ 24 എലിമെന്റ്. അതിന്റെ മീതാണ് ടൈം, അതിന്റെ മീതാണ് സോള്. ഇതെല്ലാം പഠിച്ച ഇതൊന്നും അല്ല എന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ വരണം. അപ്പൊ ഒരുപാട് സമയം എടുക്കും അവർക്ക്. അപ്പൊ നമ്മള് വൈഷ്ണവ സന്യാസീസ് എന്താണ്, ഡയറക്ട്ലി ഭാഗവതം ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യും. ഡയറക്ട്ലി എന്താ ഭാഗവതം ഫിലോസഫി? വളരെ ഈസിയാണ്. ഞാൻ ജീവാത്മാവാണ്, ഭഗവാൻ പരമാത്മാവാണ്, നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ അണുവാണ്, ഭഗവാൻ വിഭുവാണ്. ഞാൻ ഇൻഫിനിറ്റിസമിലാണ്, ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കി തരാണ്. വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ഡിവോഷണൽ ആക്ടിവിറ്റി, ഡിവോഷണൽ സർവീസ് ചെയ്യാണ് അതിൽ. അപ്പോൾ വൈഷ്ണവ സന്യാസി ആർ എൻഗേജ് ഇൻ ദി സ്റ്റഡി ഓഫ് ഭാഗവതം ഫിലോസഫി വിച്ച് അഫോർഡ്സ് ദ പ്രോപ്പർ കമന്ററി ഓഫ് ദ വേദാന്ത. അപ്പോൾ വേദാന്ത സൂത്രത്തിന്റെ നാച്ചുറൽ കമന്ററിയാണ് ഭാഗവതം. ഇപ്പം വേദങ്ങൾ പഠിച്ചിട്ട് അതിനെ കുറെ റിസർച്ച് ചെയ്തിട്ട് അതിനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ ഒരു അറിവിലേക്ക് വരുന്നതിനെക്കാട്ടിലും ഒരുപാട് സമയം എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഡയറക്ട്ലി നമുക്ക് ഭാഗവതം ഫിലോസഫി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ദിസ് നത്തിങ് ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കമന്ററിയാണ് ഭാഗവതം വേദാന്ത സൂത്രത്തിന്റെ. സോ മായാവതി സന്യാസീസ് ആൾസോ സ്റ്റഡി ദ വേദാന്ത സൂത്ര. അവരും വേദാന്ത സൂത്ര പഠിക്കുന്നുണ്ട്, ബട്ട് യൂസ് ദെയർ ഓൺ കമന്ററി കോൾഡ് ശാരീരക ഭാഷ്യം, റിട്ടൺ ബൈ ആദി ശങ്കരാചാര്യ. അവർക്കും ഉണ്ട് കമന്ററി അല്ലേ. ആ കമന്ററി ആരാണ്? ആദി ശങ്കരാചാര്യ. ആദി ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യ കമന്ററി ഇറ്റ്സ് എ ഇംപേഴ്സണൽ ആസ്പെക്ട് ഓഫ് കമന്ററി ആണ്. ഭഗവാനെ പേഴ്സണായിട്ട് കാണുന്നില്ല, ഭഗവാനെ ശക്തിയായിട്ട് കാണുന്നു. രൂപമില്ല, നിർവിശേഷം, നിരാകാരം, നിർഗുണം. ഇതിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ നമുക്ക് നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൻ എന്നല്ല. എന്താണ് നിർഗുണം എന്ന് പറഞ്ഞാൽ? ഗുണാതീതൻ. ഗുണാതീതൻ, ശുദ്ധ സാത്വിക് സ്റ്റേജ്. സ്പിരിച്വൽ ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു. നിരാകാരം. ഓക്കെ, അവരൊന്നും ഭഗവാന് രൂപമില്ല, നമ്മൾ പറയുന്ന രൂപമുണ്ട്. ഇപ്പൊ നമ്മളുടെ എന്താണ് വാദം? അതായത് ഭൗതിക രൂപമില്ല, നമ്മൾക്ക് കിട്ടിയ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള രൂപമില്ല. ഭഗവാന് സച്ചിത് ആനന്ദമായിട്ടുള്ള രൂപമാണുള്ളത്, സ്പിരിച്വൽ ബോഡി. ഓക്കെ, ആട്രിബ്യൂട്ട്. പിന്നെ നിർവിശേഷം, ഭഗവാന് വേറെ വിശേഷം ഒരു ആട്രിബ്യൂട്ട്സും ഇല്ല. ഭഗവാന് എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും, ശാന്തരസത്തില്, ദാസ്യരസത്തില്, വാത്സല്യരസത്തില്, സഖ്യരസത്തില്, മാധുരരസത്തില്, ഏത് രസത്തിലും ഭഗവാനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഭഗവാനുണ്ട് അല്ലേ. അപ്പോൾ ശാരീരിക ഭാഷ്യം എഴുതിയിരിക്കുന്നത് ആദി ശങ്കരാചാര്യ. വൈഷ്ണവ ഭാഷ്യം, ഓക്കെ, ഈ ഭാഗവത്തിന് നമ്മളുടെ ഗൗഡിയ സമ്പ്രദായത്തിലും ഒരു ഭാഷ എഴുതിയിട്ടുണ്ട്. ആരാണ് ചെയ്തിരിക്കുന്നത്? ആരാണ് ഭാഷ്യം ചെയ്തിരിക്കുന്നത്? മാധവാചാര്യനാണ്. അല്ല, മാധവാചാര്യല്ല. മാധവാചാര്യ പൂർണ്ണപ്രജ്ഞ, അത് വേറെ. അത് അദ്വൈത ശുദ്ധ അദ്വൈതം അവർ എഴുതിയിട്ടുണ്ട് മാധവാചാര്യ. നമ്മളുടെ ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം, ഗൗഡിയ വൈഷ്ണവ. ഈ ഇതിന്റെ പ്രിഫേസില്, ഭഗവത്ഗീത ആസിറ്റീസിന്റെ പ്രിഫേസില് പ്രഭുപാദ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
ഈ ഭഗവത്ഗീത? ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തത്? ഓർമ്മയില്ല? ഡെഡിക്കേഷൻ ബലദേവ് വിദ്യാഭൂഷൺ. കേട്ടിട്ടുണ്ടോ പേര്? ഡെഡിക്കേഷൻ ടു ബലദേവ് വിദ്യാഭൂഷൺ. കിട്ടിയോ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കും. വേദാന്ത സൂത്രത്തിന് മനോഹരമായ ഗോവിന്ദ ഭാഷ്യം എന്ന വ്യാഖ്യാനം വിചരിച്ച് ശ്രീ ബലദേവ് വിദ്യാഭൂഷൺ സമർപ്പണം. ഏത് ഭാഷയാണ്? ഗോവിന്ദ ഭാഷ്യം. ഗോവിന്ദ ഭാഷ്യം. ഓക്കെ, ഗോവിന്ദ ഭാഷ ചെയ്ത് ബലദേവ് വിദ്യാഭൂഷൺ. അതിനൊരു സ്റ്റോറി ഉണ്ട്, കഥയുണ്ട്, പിന്നെ പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, എന്താണ് ഈ ഗോവിന്ദ ഭാഷ്യം, എങ്ങനെയാണ് ഇത് എഴുതാൻ കാരണം എന്താ, അതിനും ഒരു കഥയുണ്ട്. ജയ്പൂരില് രാധ ഗോവിന്ദ്ജി ആയിട്ടുള്ള ഒരു ഇതും പിന്നെ രാമാനന്ദിയാസ് ആയിട്ടുള്ള ഒരു ഡിബേറ്റും കാരണം. ഓക്കെ, അറിയോ എല്ലാവർക്കും? അറിയില്ല പ്രഭുജി. അറിയില്ല? ഓ, ആർക്കും അറിയില്ല? മഞ്ജു മാതാജി അറിയോ? ഓർമ്മയില്ല പ്രഭുജി. അറിയോ? പറഞ്ഞ് തുടങ്ങിയ ചിലപ്പോ അറിയണ്ടാവും. ഓക്കെ, അതായത് ജയ്പൂരിലെ രാജാവിന്റെ പേര് ഓർക്കുന്നില്ല, വൈഷ്ണവനാണ്. പക്ഷേ അവരുടെ അഡ്വൈസേഴ്സ് ബ്രാഹ്മണന്മാര് രാമാനന്ദീസ് പറഞ്ഞാൽ രാമാനുജാചാര്യരുടെ ശ്രീ സമ്പ്രദായത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് രാമാനന്ദീസ് പറയും. അങ്ങനെ അതിന്റെ വേറൊരു ശാഖ. അവര് ലക്ഷ്മി നാരായണനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അന്നത്തെ കാലത്ത്. രാധാകൃഷ്ണന്റെ ഡേറ്റീസ് വെച്ച് പൂജിക്കുന്നത് അത് വിധിപ്രകാരമല്ല, അത് ശാസ്ത്രപ്രകാരമല്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ അവിടെ രാധാ മദൻ മോഹൻജി, രാധാ ഗോവിന്ദ്ജി രണ്ടുപേരും അർച്ചവിഗ്രഹം അവിടെ പാടില്ല, അത് തെറ്റാണ്. കാരണം വെച്ചാൽ ശാസ്ത്രപ്രകാരം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് രാമാനന്ദീസ് പറയുന്നു. രാമാനന്ദീസ് ആണ് അഡ്വൈസേഴ്സ്. ബ്രാഹ്മണന്മാരുടെ അഡ്വൈസ് പ്രകാരമാണ് ക്ഷത്രിയന്മാരായിട്ടുള്ള റൂളേഴ്സിന് രാജ്യം ഭരിക്കാൻ പറ്റൂ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കണം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഈ പൂജ വിധിപ്രകാരമല്ല. ഇപ്പൊ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് ആകെ വിഷമത്തിലായി. കാരണം രാജാവ് വൈഷ്ണവനാണ്. അപ്പോ രാധാകൃഷ്ണ ഡെയ്റ്റീസിനെ വെച്ച് പൂജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അദ്ദേഹം തൻ്റെ വൈഷ്ണവ ആചാര്യന്മാരെ അറിയിച്ചു, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ രാമാനന്ദീസ് പറയുന്നുണ്ട് ഇത് ശരിക്കും വിധിപ്രകാരമല്ല, എന്ത് ചെയ്യണം. അപ്പൊ അന്നത്തെ വൈഷ്ണവ ആചാര്യന്മാരിൽ പ്രഗത്ഭനായിട്ടുള്ള ആളായിരുന്നു വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഒരു ഡിബേറ്റ്, തർക്കം, ഇത് ശരിയാണോ ശരിയല്ലേ, രണ്ടുപേരും തർക്കത്തിൽ ഏർപ്പെടുത്തുക. അപ്പൊ അതിനുള്ള ഒരു അവസരം, രാമാനന്ദീസും വൈഷ്ണവന്മാരും തമ്മിലുള്ള ഒരു തർക്കം, ഡിബേറ്റ്. നമ്മളുടെ ഇന്നത്തെ ഡിബേറ്റ് അല്ല, ഇന്നത്തെ ടി വിയിൽ കാണുന്ന ചർച്ചയല്ല. അന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റാണ്. ആര് ശാസ്ത്രത്തിന്റെ പ്രമാണം പറഞ്ഞിട്ട് ആര് ആ ഒരു തത്വത്തിനെ സ്ഥാപിക്കുന്നുവോ അവർ ജയിക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ യാതൊരു അനാവശ്യമായിട്ടുള്ള ഒരു എൻവിയോ മത്സരവും ഇല്ല അവിടെ. അപ്പൊ ഇത് സ്ഥാപിക്കണം. അതായത് നമ്മൾ ചെയ്യുന്നത്, വൈഷ്ണവന്മാർ ചെയ്യുന്ന രാധാ ഗോവിന്ദന്റെ ആ ഒരു വർഷിപ്പ് ഓത്തന്റിക് ആണെന്ന് സമർപ്പിക്കണം. ഓക്കെ, അപ്പൊ അവര് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിനെ ഇൻഫോം ചെയ്തു. ആ രാജാവ് രാജ്പുത്താണ്, മാൻസിംഗോ, എനിക്കറിയില്ല ഏതാ രാജാവാണ്. അപ്പോൾ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ വൃന്ദാവനിലാണ്. അദ്ദേഹം വളരെ വയസ്സായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, വയസ്സ് കാരണം, ഹെൽത്ത് പ്രോബ്ലം കാരണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വരിഷ്ഠ ശിഷ്യനായിട്ടുള്ള ബൽദേവ് വിദ്യാഭൂഷണോട് പറഞ്ഞു, അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇങ്ങനൊരു തർക്കം, ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് അവിടെ പോയിട്ട് ഇതിനൊരു നിവാരണം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ ശിഷ്യനായിട്ടുള്ള വിശ്വനാഥ് ചക്രവർത്തിയുടെ ശിഷ്യനായിട്ടുള്ള ബൽദേവ് വിദ്യാഭൂഷണെ അങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്തു.
അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ശാസ്ത്രത്തിൽ, എല്ലാ ശാസ്ത്രത്തിലും നിപുണനാണ്. മായാവാദ ശാസ്ത്രത്തിലും വിശിഷ്ടാദ്വൈതത്തിലും ശുദ്ധദ്വൈതത്തിലും വൈഷ്ണവത്തിലും എല്ലാവരും നിപുണനാണ്. അദ്ദേഹം ഒരു വൈഷ്ണവ ലേറ്റസ്റ്റ്, അതായത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഫോളോ ചെയ്യുന്നത് വൈഷ്ണവ സിദ്ധാന്തമാണ്, ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്തം. അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അദ്ദേഹം രാജാവ് രണ്ടുപേരെയും സമ്മൺ ചെയ്തു തർക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ രാമാനന്ദീസ് പറഞ്ഞു, ഓക്കെ, തർക്കം തുടങ്ങാം. നിങ്ങളുടെ ഏതാണ് ഭാഷ്യം, ഏത് ഭാഷ്യത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾ തർക്കം ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ബൽദേവ് വിദ്യാഭ്യാസം പറഞ്ഞു, നമുക്ക് ഭാഷ്യമില്ല. നമ്മളുടെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതമാണ് നമ്മളുടെ ഭാഷ്യം. വേദാന്ത സൂത്രത്തിന്റെ നാച്ചുറൽ കമന്ററിയാണ് ശ്രീമദ് ഭാഗവതം. അതാണ് നമ്മളുടെ ബേസ്. അല്ല, അത് പണ്ട് കാര്യമില്ല. വേദാന്ത സൂത്രത്തിന് ആര് ഭാഷ എഴുതിയിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഈ തർക്കത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഭാഷ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊണ്ടുവരണം. ഒരു ഭാഷ എഴുതുക പറഞ്ഞാൽ നമ്മൾ ഊണ് വയ്ക്കുന്ന പോലെ ഒരു അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല. വർഷങ്ങളോളം പിടിക്കും. വർഷങ്ങളോളം പിടിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അദ്ദേഹം ആകെ വിഷമിച്ചു. അതായത് ഇവര് തർക്കിക്കാൻ, ഡിബേറ്റിന് തയ്യാറല്ല. ഭാഷ്യമാണെന്ന് പറയണത്. നമ്മൾ എന്തുകൊണ്ട് ഭാഷ എഴുതി വെച്ചാൽ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം ശ്രീമദ് ഭാഗവതം നാച്ചുറൽ കമന്ററി ഉണ്ട്. അപ്പം അതിനെന്തിനാ വീണ്ടും ഒരു ഭാഷ എഴുതുന്നുള്ള കാര്യത്തിൽ നമ്മൾ ബാക്കി എല്ലാവർക്കും ഒരു ഭാഷയുണ്ട്. ശാരീരിക ഭാഷ്യം ആദിശങ്കരാചാര്യരുണ്ട്. ഓക്കെ, ശ്രീഭാഷ്യം രാമാനുജാചാര്യരുണ്ട്. പൂർണ്ണപ്രജ്ഞ മറ്റേ മാധവാചാര്യരുണ്ട്. അപ്പം നമ്മളുടെ ഇതിന് മാത്രം ഭാഷ്യമില്ല. അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പം എന്തായാലും അദ്ദേഹം ഭഗവാനെ സ്മരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഭാഷ എഴുതിക്കൊണ്ടുവരാം, എനിക്ക് സമയം വേണം. എത്രയോ ദിവസം, ഒരാഴ്ച എത്ര സമയം ചോദിച്ചു. എന്നിട്ട് നേരെ പോയി രാധാ ഗോവിന്ദയുടെ അടുത്ത്. അവിടെ ദണ്ഡവത് നമസ്കാരം ചെയ്തു, പറഞ്ഞു തൻ്റെ വ്യഥ, ധർമ്മസങ്കടം പറഞ്ഞു. ഇങ്ങനെയാണ് പ്രശ്നം, അതുകൊണ്ട് എന്നെ അനുകരിക്കണം, എനിക്ക് എന്നെ ഭാഷ്യം എഴുതാൻ സഹായിക്കണം. അങ്ങല്ലാണ്ട് യാതൊരു വഴിയുമില്ല. എൻ്റെ ടോട്ടൽ ഷെൽട്ടർ അങ്ങ് മാത്രമാണ്, രാധാ ഗോവിന്ദ്ജി മാത്രമാണ്. അവിടെ ചെന്ന് നൊന്ത് പ്രാർത്ഥിച്ചു. നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി. പറഞ്ഞു എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഭഗവാൻ രാധാ ഗോവിന്ദ്ജി ഡിക്റ്റേറ്റ് ചെയ്തു. 7 ദിവസം കൊണ്ട്, എത്ര എനിക്ക് ഓർമ്മയില്ല എക്സാം, 7 ദിവസം കൊണ്ട് എന്തോ ഭാഷ എഴുതി. വർഷങ്ങളോളം പിടിക്കും ഭാഷ എഴുതി പറഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് ഈസി. അത് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതി തയ്യാറാക്കി ഭാഷ എഴുതി. എങ്ങനെ നാരായണ ഭട്ടതിരിപ്പാടിന് ഗുരുവായൂരപ്പൻ നാരായണീയം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തുവോ, അതേപോലെ തന്നെ ഏകദേശം ഒരു 250-300 വർഷം മുമ്പേ, 250-300 വർഷം മുമ്പേ ബൽദേവ് വിദ്യാഭൂഷണ് രാധാ ഗോവിന്ദ്ജി ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു ഭാഷ്യം. ഗോവിന്ദ ഭാഷ ഉണ്ടാക്കി തയ്യാറാക്കി. രാജാവിനോട് പറഞ്ഞു, ഭാഷ്യം തയ്യാറാണ്, വിളിക്കാൻ വന്നു തർക്കത്തിൽ. രാമാനന്ദീസ് വന്നു. ഇവിടെ രാമാനന്ദീസ് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ബൽദേവ് വിദ്യാഭൂഷൺ ഒറ്റയ്ക്ക് തർക്കം തുടങ്ങി. എല്ലാം ശാസ്ത്രത്തിന്റെ ആധാരം കേട്ടോ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ പോയിന്റ് വെക്കും. അവര് ഇപ്പൊ ഒരു പാർട്ടി എന്തോ പോയിന്റ് വെക്കുന്നത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം വിത്ത് ശാസ്ത്രിക എവിഡൻസ്. അപ്പോൾ മറ്റേ പാർട്ടി അതിനെ കൗണ്ടർ ചെയ്യും ശാസ്ത്രീയ. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നു. ഇതെല്ലാം രാജ്യസഭയിൽ നടക്കുകയാണ്, രാജാവിന് മുമ്പിൽ. അവസാനം ഓരോ തർക്കത്തിനെയും ബൽദേവ് വിദ്യാഭൂഷൺ ഈ ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് രാമാനന്ദീസ് അവസാനം തോൽവി സമ്മതിച്ചു, എല്ലാറ്റിനെയും കട്ട് ചെയ്തു. എന്നാലും മെയിൻ ടോപ്പിക്ക് രാധാ ഗോവിന്ദ്ജി, രാധാ മദൻ മോഹൻ, രാധാകൃഷ്ണൻ, രാധാ ശ്യാം സുന്ദർ, അതായത് രാധാറാണിയും ഭഗവാൻ കൃഷ്ണനും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ഇതല്ല എന്നാണ് അവരത്. അത് ശരിയാണ്, ശാസ്ത്രം അത് പറഞ്ഞിട്ടുണ്ട്, അത് ഓത്തന്റിക് ആണെന്ന് ഇദ്ദേഹം. അങ്ങനെ ഈ ഭാഷ്യം എഴുതിയിട്ട് അവരോട് അവസാനം എല്ലാവരും അവർ വണ്ടർസ്ട്രക്കായി, അത്ഭുതപ്പെട്ടു പോയി ഇദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള ജ്ഞാനവും കഴിവും കണ്ടിട്ട്. അവരെ അക്സെപ്റ്റ് ചെയ്തു. യെസ്, ദിസ് ഇസ് ദ ഓത്തന്റിക് വേ ഓഫ് വേർഷിപ്പ്, ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നിട്ട്
അവരെല്ലാവരും രാമാനന്ദീസിന്റെ ആ ഹെഡ് അടക്കം എല്ലാവരും പറഞ്ഞു, ഞങ്ങള് അങ്ങയുടെ ശിഷ്യനാവാൻ പോവാണ്, ഞങ്ങളെ അങ്ങയുടെ ശിഷ്യനാക്കണം, ഞങ്ങളെ ഈ വൈഷ്ണവ സമ്പ്രദായത്തില് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബൽദേവ് വിദ്യാഭൂഷൺ പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതായത് രാമാനുജ സമ്പ്രദായം, ശ്രീ രാമാനുജരുടെ സമ്പ്രദായം വളരെ ഓത്തന്റിക് ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അതൊന്ന് ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് പ്രകാരം തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ. ഗോ ഹെഡ്. പിന്നെ അങ്ങനെ അവരെ കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും ഈ രാധാ ഗോവിന്ദ്ജി വേർഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഗോവിന്ദ ഭാഷ്യം വന്നത്. അപ്പോൾ ആ ബൽദേവ് വിദ്യാഭൂഷൺ ഇല്ലെങ്കിൽ അവിടെ ഈ രാധാകൃഷ്ണ വേർഷിപ്പ്, രാധാ ഗോവിന്ദ്ജി, രാധാ മദൻ മോഹൻജി, രാധാ ശ്യാം സുന്ദർ വേർഷിപ്പ് അവർ നിർത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭുപാദ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബൽദേവ് വിദ്യാഭൂഷൺ. ഇറ്റ്സ് വെരി വെരി സ്കോളർലി, വെരി പ്യുവർ ഡിവോട്ടി ഓഫ് ദ ലോർഡ്. എല്ലാറ്റിലും നിപുണനാണ്, എല്ലാ ഫിലോസഫിയിലും. കാരണം അദ്ദേഹം മായാവാദ ഫിലോസഫി അതും പഠിച്ചിട്ടുണ്ട്, എല്ലാ ഫിലോസഫിയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ അവസാനമാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ കീഴിൽ ശിഷ്യനായിട്ട് ഈ വൈഷ്ണവ ഫിലോസഫി പഠിച്ച് ദാറ്റ് ഈസ് എ റൈറ്റ് വേ, ദാറ്റ് ഇസ് എ റൈറ്റ് പാത്ത് എന്നിട്ട് അദ്ദേഹം അതിൽ നിന്നത്. അങ്ങനെ രാജ്പുത് രാജാവിൻ്റെ ആഗ്രഹം അവിടെ സഫലീകരിച്ചു. കാരണം വീണ്ടും രാധാകൃഷ്ണ വേർഷിപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഗോവിന്ദ ഭാഷ്യം ഉണ്ടാവാനുള്ള കാരണം. ഇത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും മുമ്പേ? ഇല്ല പ്രഭു, ഞാൻ കേട്ടില്ല. ഇല്ല പ്രഭുജി. ഹരേ കൃഷ്ണ. ഇല്ല. ആദ്യേ കേൾക്കുക. ഓ, ഹരിബോൾ. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് the Mayavadi sannyasis also study the Vedanta Sutras but use their own commentary. Our commentary Charika Bhashya, written by Shankaracharya. The students of the Bhagavata school are engaged in devotional service of the Lord according to the Pancharatriki regulations. അപ്പോൾ വൈഷ്ണവ സമ്പ്രദായം ഭാഗവത സ്കൂളിലെ അത് പ്രകാരം എന്താണ് പാഞ്ചരാത്രിക്ക് റെഗുലേഷൻസ് പ്രകാരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദെർഫോർ the Vaishnava sannyasis have multiple engagements in the transcendental service of the Lord. The Vaishnava sannyasis have nothing to do with material activities and yet they perform various activities in the devotional service to the Lord. നമുക്കും ഭൗതിക തലത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിലും യാതൊരു രുചിയില്ല, പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾക്ക് ശരിക്കുള്ള ഒരു വൈഷ്ണവന്, ശരിക്കുള്ള ഒരു ഭക്തന് മെറ്റീരിയൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി അങ്ങനത്തെ ഒരു കാര്യമില്ല. എവറിത്തിങ് ഈസ് സ്പിരിച്വൽ ആക്ടിവിറ്റി ഫോർ ഒരു ഭക്തന്. നമ്മളാണ് ഇത് മെറ്റീരിയല്, ഇത് സ്പിരിച്വല്. കാരണം നമ്മൾ ശുദ്ധ തലത്തിലേക്ക് എത്തിയില്ല. അതായത് ഇത് ഇത് ഭഗവാൻ ചെയ്യാൻ പറ്റില്ല, ഭഗവാൻ അങ്ങനെ പ്യുവറാണ്, അതുകൊണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നു, അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ ഗുരു മഹാരാജനോട്, ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജനോട് ഒരു റിപ്പോർട്ടർ ആര് ചോദിച്ചു, മഹാരാജ് അങ്ങ് എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് രണ്ട് ആക്ടിവിറ്റിയും, അതായത് മെറ്റീരിയൽ ആക്ടിവിറ്റിയും സ്പിരിച്വൽ ആക്ടിവിറ്റിയും ഒരേപോലെ കൊണ്ടുപോകുന്നു? അപ്പോൾ മഹാരാജ് പറഞ്ഞു, എനിക്ക് അങ്ങനെ മെറ്റീരിയൽ ആക്ടിവിറ്റി സ്പിരിച്വൽ ആക്ടിവിറ്റി ഒന്നുമില്ല. വാട്ട് എവർ ഐ എം ഡൂയിങ്, ഈവൻ ഐ എം ബ്രീതിങ്, ഇസ് ഫോർ കൃഷ്ണ. വാട്ട് എവർ ഐ എം ഡൂയിങ് ഇറ്റ് സ്പിരിച്വൽ ആക്ടിവിറ്റി. എനിക്ക് അങ്ങനെ ഒരു സെഗ്രിഗേഷനേ ഇല്ല. നല്ല പ്രശ്നമുള്ളൂ. ഞാനിവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നു. ഇറ്റ്സ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി ഫോർ മീ, ഇറ്റ്സ് നോട്ട് മെറ്റീരിയൽ ആക്ടിവിറ്റി. ഗുരു മഹാരാജ് അന്ന് കൽക്കത്തയില്, മായപ്പൂർന്ന് കൽക്കത്തയില് സൈക്കിളിൽ വരും. സൈക്കിളിൽ വന്നിട്ട് വലിയ ലോറിയില് സിമെന്റും ബ്രിക്സും കമ്പികളൊക്കെ ലോഡ് ചെയ്തിട്ട് സൈക്കിളും അതിൻ്റെ മീതെ കയറിയിട്ട് ഗുരു മഹാരാജും അതിൻ്റെ മീതെ കയറിയിട്ട് പോവും. എന്നിട്ട് അവിടെ ചെന്നിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങും. സോ എവറി ആക്ടിവിറ്റി ദാറ്റ് ഹീസ് പെർഫോമിങ് ഈസ് ഫോർ ദ പ്ലഷർ ഓഫ് കൃഷ്ണ. അപ്പൊ അവിടെ ഒരു സെപ്പറേഷൻ, ഒരു സെഗ്രിഗേഷൻ ഇല്ല. ഇത് സ്പിരിച്വൽ ആക്ടിവിറ്റി. നമ്മൾക്ക് അങ്ങനെയുണ്ട്, കാരണം നമ്മൾ ആ തലത്തിലേക്ക് വേണം. നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും
ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫിലിം കാണുന്നത്, ഇറ്റ്സ് നോട്ട് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഫോർ മൈ സെൻസ് എൻജോയ്മെന്റ്. ഐ കനോട്ട് സേ ദാറ്റ് ഇറ്റ്സ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി. ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളുടെ എല്ലാ ആക്ടിവിറ്റിയും സ്പിരിച്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഭക്തനായിട്ട് മാറണം. അപ്പോൾ നമുക്കെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റി. പ്രഭാത 24 മണിക്കൂറും ചെയ്യുന്നത് കോർട്ട് കേസ്, ലീഗൽ ലിറ്റിഗേഷൻ കേസസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മിനിസ്റ്റേഴ്സിനെ കാണുന്നുണ്ടായിരിക്കും, വെൽത്തി പേഴ്സണാലിറ്റീസ് കാണുന്നുണ്ടായിരിക്കും. ഇതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. എവറിത്തിങ് ഈസ് ഡൂയിങ് ഫോർ കൃഷ്ണ സേക്ക്, നോട്ട് ഫോർ ഹിസ് സെൻസ് എൻജോയ്മെന്റ്. ഒരു ടെമ്പിൾ, ക്ഷേത്രം കൺസ്ട്രക്ട് ചെയ്യായിരുന്നു. 3 പേര് ജോലി ചെയ്യുന്നുണ്ട്. മേസൻസ് ആണ്, അതായത് കൽപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൾ വന്ന് ചോദിച്ചു, എന്താണ്, ആദ്യത്തെ ആളോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഓക്കെ. രണ്ടാമത്തെ അവിടെ ഞാൻ ഈ മേസന്റെ പണിയാണ്, എൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പണി ചെയ്യാണ്. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, ഞാൻ ലോർഡ് രാമിൻ്റെ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാണ്, അതിനെ ഒരു ഭാഗമാക്കാമാണ്. ഏതാണ് റൈറ്റ് കോൺഷ്യസ്നസ്? മൂന്നാമത്തെ ആളുടെ. 3 പേരും ഒരേ കാര്യം ചെയ്യുന്നു. 3 പേരുടെയും ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരാള് പൈസയ്ക്ക് വേണ്ടിയിട്ട്, ഓക്കെ, ഒരാള് തൻ്റെ ഫാമിലിയെ പോറ്റാൻ വേണ്ടിയിട്ട്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റാള് ഭഗവാന്റെ ക്ഷേത്രം നിർമ്മിക്കുകയാണ്. സീ ദ ഡിഫറൻസ് കോൺഷ്യസ്നസ്. നമ്മൾ ആ മൂന്നാമത്തെ കാറ്റഗറി. എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിനും ശമ്പളം കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിനും 3 പേര് ഒരേ തന്നെ, എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരാളുടെ ആ ഒരു കോൺഷ്യസ്നെസ് ഭഗവാന്റെ ക്ഷേത്രം നിർമ്മിക്കുന്നു എന്നുള്ള കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ ഇതാണ് വൈഷ്ണവ സന്യാസിമാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ദ വൈഷ്ണവ സന്യാസീസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് and yet they perform various activities in the devotional service to the Lord. But the Mayavadi sannyasis engage in the studies of Sankhya and Vedanta and speculation, cannot release the transcendental service to the Lord. അതുകൊണ്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റിയും അത് റിലീസ് ചെയ്യാൻ പറ്റും, ആനന്ദിക്കാൻ പറ്റും. കാരണം ഭഗവാന്റെ പ്ലഷറിനാണ്. മറ്റവർക്ക് അത് ആനന്ദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് പേടിയാണ്. ഞാൻ ഇത് ചെയ്താൽ വീണ്ടും എന്നെ ബന്ധിപ്പിക്കുകയോ, ഈ ഭൗതിക ലോകത്തിലുള്ള പേടിയാണ്. സോ ദേ കനോട്ട് റിലേറ്റ് ദ ട്രാൻസ്ഫർ സർവീസ്. ഭഗവാന്റെ സർവീസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ സ്റ്റഡീസ് ബിക്കം വെരി ടീഡിയസ്. ദേ സംടൈംസ് ബിക്കം ടയർഡ് ഓഫ് ബ്രഹ്മൻ സ്പെക്കുലേഷൻ. സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നേത്തി ഇതെല്ലാം സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൺക്ലൂഷനിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദസ് ദേ ടേക്ക് ഷെൽട്ടർ ഓഫ് ഭാഗവതം വിതൗട്ട് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് അവർ ഭാഗവതത്തിന്റെ ആചരിക്കും, പക്ഷേ അതിൻ്റെ ആ സത്ത മനസ്സിലാക്കുന്നില്ല. കോൺസിക്വൻ്റ്ലി ദ സ്റ്റഡി ഓഫ് ശ്രീമദ് ഭാഗവതം ബിക്കംസ് ട്രബിൾസം. ഓക്കെ, ഭാഗവതം മനസ്സിലാവണമെങ്കിൽ ഒരു ഭക്തന് മാത്രമേ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാനെ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഭഗവാനെ ഇല്ല, ഭഗവാൻ രൂപമില്ല, ഗുണമില്ല, നിർവിശേഷമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഭഗവാന്റെ ബ്ലെസ്സിങ്സിലായിരിക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു ഭക്തന് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം ഇതറിഞ്ഞിരിക്കണം. അപ്പം മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തി ഉണ്ടായാൽ മാത്രമാണ് ഭഗവാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം, ഭക്തി, ഭഗവാൻ. So dry speculations and impersonal interpretations by artificial means are all useless for the Mayavadi sannyasis. ഇതൊന്നും നമ്മളെ എത്തിക്കേണ്ട ആ ലക്ഷ്യത്തെ എത്തിക്കില്ല. The Vaishnava sannyasis who are engaged in devotional service are happy in the discharge of their transcendental duties, and they have the guarantee of ultimate entrance into the kingdom of God. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വൈകുണ്ഠത്തിൽ, ഗോലോകത്തിൽ എത്താൻ പറ്റും. കാരണം അവർ ഭഗവാനിൽ വസിക്കുന്നു. ഭഗവാൻ രൂപമുണ്ട്, സച്ചിദാനന്ദമായിട്ടുള്ള രൂപമുണ്ട്. ഭഗവാൻ നിർഗുണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്പിരിച്വൽ ക്വാളിറ്റി ഉണ്ട്. അവർ ഭഗവാൻ എന്നുള്ള രൂപത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ എങ്ങനെ വൈകുണ്ഠത്തിലെത്തുക?
അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? The Mayavadi sannyasis sometimes fall down from the path of self-realization and again enter into the mental activities of philanthropic and altruistic nature, which are nothing but material engagement. അപ്പൊ അതുകൊണ്ട് മായാവാദ ആ സ്കൂൾ ഓഫ് തോട്ട്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംടൈംസ് ദേ വിൽ ഫോൾ ഡൗൺ ഫ്രം ദർ പൊസിഷൻ, എന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വീണ്ടും ഏർപ്പെടാൻ തുടങ്ങും. Therefore, the conclusion is that those who are engaged in Krishna conscious activities are better situated than the sannyasis engaged in simple speculation about what is Brahman and what is not Brahman. അതാണ് analytical study. What is Brahman, what is not Brahman. Although they too come to Krishna consciousness after many births. Bahunam janmanamande jnanavanmam prapadyade vasudeva sarvam idhi samahatma sudalava. Bahunam janmanamande. After many births. അവരും വരും. After many births. Because they have accepted the indirect path. Vaishnava devotees, Vaishnava sannyasis, they have taken the direct path. Easy path. മറ്റവർക്ക് ജ്ഞാനികൾക്ക് സമയം എടുക്കും. ഉണ്ടോ? ബഹുനാം ജന്മനാം അന്തേ എന്താണ്? ജ്ഞാന പ്രബദ്ധ്യത. അപ്പൊ ഒരുപാട് സമയം എടുക്കണം ജ്ഞാനികൾക്ക് ഈ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. സോ ഇതാണ് ടെക്സ്റ്റ് 6. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई वो प्रेमानंदे हरि हरि बोल.